ജില്ലയിലെ സാമ്പ്രാണിക്കൊടി ഐലൻഡ്സിലേക്കാണ്. ഈ ഐലൻഡിന് ചുറ്റും അഷ്ടമുടി കായലാണ്. അപ്പം നമ്മളിപ്പം ഞാൻ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്ത് നമ്മൾ ആ ഐലൻഡിലേക്ക് പോകും. അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ 2 മെയിൻ ഐലൻഡ്സ് ആണുള്ളത്. ഒന്ന് സാമ്പ്രാണിക്കൊടി ഐലൻഡും ഒന്ന് മേരിലാൻഡ് ഐലൻഡും ആണുള്ളത്. അപ്പം സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അതിപ്പോൾ DTPCയുടെ അണ്ടറിലാണ്. അപ്പം അവിടുന്ന് 3 മിനിറ്റ് ബോട്ട് റൈഡും ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ കോമൺ ബോട്ടാണ്. പക്ഷേ ഇവിടുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മേരിലാൻഡിലോട്ട് 20 മിനിറ്റ്സ് 1 സൈഡ് ബോട്ട് റൈഡാണ്. അതും ഒരാൾക്കല്ല ടിക്കറ്റ് വരുന്നത്, ഒരു ഫുൾ ബോട്ട് നമുക്ക് വേണ്ടി മാത്രമായിട്ടാണ്. അപ്പം അവരാണെങ്കിൽ അങ്ങോട്ട് 20 മിനിറ്റ്സ് ബോട്ട് റൈഡ്, പിന്നെ നമുക്ക് അവിടെ എത്ര ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് 20 മിനിറ്റ്സ് ബോട്ട് റൈഡ്. എല്ലാത്തിനും കൂടെ 1000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, ആ പച്ച കളറിൽ കാണുന്നത് കരയാണ്. നമ്മളിത് ആഴമുള്ള ഭാഗത്തോടല്ല പോകുന്നത്. അതായത് ഈ ബോട്ട് പോകുന്ന വേ മാത്രമേ ഉള്ളൂ ആഴം. ബാക്കി ഇരു സൈഡും കരയായിട്ടാണ്, വെള്ളക്കുറവാണ്. അപ്പം നമ്മൾ ഈ വേയിൽ കൂടെ തന്നെ ഓടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ അടി തട്ടും. അപ്പം ആ പച്ച കളറിൽ കാണുന്നത് കരയിൽ പായൽ വന്ന് അടിഞ്ഞേക്കുന്നതാണ്, കടലിൽ നിന്നുള്ള പായൽ വന്ന് അടിഞ്ഞേക്കുന്നതാണ്. അപ്പം അവിടെയെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ വന്ന ബോട്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു മുട്ട വെള്ളം, എന്നാലും ഒരു ആങ്കിളിന് മേലുണ്ട്. അപ്പം നമ്മളിവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ വെച്ചാൽ പായലുണ്ട്, ഈ സാൻഡിൽ മൊത്തം ഷെല്ലൊക്കെ ഉണ്ട്. നല്ലൊരു രസമുണ്ട് നടക്കാൻ. എനിക്ക് വെള്ളത്തിൽ കൂടെ നടക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ മേലിൽ നമ്മൾ ഇനി അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടന്നിട്ട് അവിടുത്തെ വിഷ്വൽസും വീഡിയോസും എല്ലാം കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ ഷെല്ലുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഇങ്ങനെ ഒത്തിരി എത്ര ഉണ്ട് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത പോലത്തെ അത്രയുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന കണ്ടോ, ഇങ്ങനെ ബോൾ പോലെ സാൻഡ് കിടക്കുന്നുണ്ടോ, അത് ഈ ഞണ്ട് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടും വെള്ളമില്ല, വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെയല്ല. ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ കൊള്ളുന്ന ചൂടാണ്. അപ്പം ഇപ്പം 2 മണിക്കൂർ ചേട്ടൻ പറഞ്ഞത് 1-2 മണിക്കൂറുകൾക്കകം ഇവിടെ വെള്ളം കയറും. ഇപ്പം വേലി ഇറക്കമാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ വേലി കയറും. അപ്പോൾ ഇവിടെ നല്ല മൊത്തം വെള്ളം നിറയുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്, നമുക്കറിയാൻ സാധിച്ചത്. അപ്പം നമ്മളിനിയിപ്പം നടന്ന് അവിടെ കൂടെ കറങ്ങി വരാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ. എനിക്ക് വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പം ഇവിടെ കൂടുതൽ കണ്ടൽക്കാടുകളാണ് ഈ അഷ്ടമുടി കായലിൻ്റെ നടുഭാഗത്തായി
കുറച്ച് മൺതിട്ടകൾ അതുപോലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആ മൺതിട്ടകളിൽ നിൽക്കുന്ന കാടുകളെയാണ് നമ്മൾ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കണ്ടൽ കാടുകൾ നമുക്ക് നശിപ്പിക്കുവാനോ ഇത് വെട്ടി തമാശയ്ക്ക് പോലും നമുക്കിതൊന്ന് ഒടിച്ചൊന്നും കളയാനുള്ള റൈറ്റ്സ് ഇല്ല. ഗവൺമെൻറ് ഇത് സ്ട്രിക്റ്റായിട്ട് ഇത് റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പം അപ്പുറത്തെ സൈഡിൽ നടന്ന് നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടൽക്കാടിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. അതിൻ്റെ വേരുകളാണ് നമുക്കിത് കാണുമ്പോൾ നമുക്കിത് മരത്തിൻ്റെ ചില്ലയായിട്ട് കാണാം, പക്ഷേ ഇത് വേരുകളാണ്. നമുക്കിതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. ഹൃദയമില്ലാത്തൊരു ജീവിയാണ്. അപ്പം ഇത് ഈ ഒഴുക്കിലൊക്കെ വന്ന് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. ബോട്ട് യാത്ര വളരെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 20 മിനിറ്റ് ഇങ്ങോട്ടും 20 മിനിറ്റ് ഇനി അങ്ങോട്ടും. അപ്പം നമ്മളാണെങ്കിൽ ഒത്തിരി പുതിയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഞാൻ ജെല്ലി ഫിഷിനെ ആദ്യമായിട്ട് കണ്ടു, ലൈവ് ജെല്ലി ഫിഷിനെ കണ്ടു, ലൈവ് ഫിഷസിനെ കണ്ടു. ഒത്തിരി കുഞ്ഞു കുഞ്ഞ് ഫിഷസിനെ കാണാൻ നമുക്ക് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് അവിടെ. പിന്നെ ആദ്യമായിട്ട് ഞാൻ മാംഗ്രൂവ് ഫോറസ്റ്റ് നേരിട്ട് അടുത്ത് കണ്ടു. അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസസ് ഉണ്ട് ഇവിടെ. നല്ലതായിരുന്നു. ഞാൻ എല്ലാവർക്കും ഇത് ഉറപ്പായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇവിടെ വരാൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സാമ്പ്രാണിക്കൊടിയുടെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കൂടെ വന്ന ചേട്ടനും നല്ലൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ കുറേ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് നൽകിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് ഇതൊരു ചെറിയൊരു ഒരു 1 hour ഡ്രൈവേ ഉള്ളായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വരണം. ഞാൻ നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു ട്രിപ്പ് തന്നെയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.